നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ജീവൻ, മറ്റെല്ലാം പിന്നീടാകാം. വരാനിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ടേ? നാം ഇന്ന് ജീവിക്കുന്നത് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു ദുരന്തമുഖത്താണ്. അതിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഒന്നും ഉത്തരവാദികളല്ല. തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ തമിഴ്നാടിന്റെ 5 ജില്ലകൾക്ക് ജലലഭ്യതയ്ക്ക് വേണ്ടി 1896 നടത്തിയ പാട്ടക്കരാർ ഉടമ്പടി പ്രകാരം കേരളത്തിന്റെ മണ്ണിൽ പടുത്തുയർത്തിയ 1896 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം ഇന്ന് കേരളത്തിന്റെ 6 ജില്ലകളുടെ സർവനാശ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഡാമിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പല വൈകല്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഡാമിന് 50 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഭൗമ ആഘാത പഠനം നടത്താതെ ഭൂഗുരുത്വ മേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1189 അടി ഉയരത്തിലുള്ള ഭൂപ്രദേശത്ത് 53 മീറ്റർ ഉയരത്തിൽ ചുണ്ണാമ്പും സുറുക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ ബ്ലോക്കുകളില്ലാതെ ഒറ്റ ബ്ലോക്കായി പണി പൂർത്തിയാക്കിയ 50 വർഷം മാത്രം കാലാവധി വിധിച്ചിട്ടുള്ള ഡാം ഇപ്പോൾ 130 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകത്ത് അങ്കുലി പരിമിതമായ ഡാമുകളിൽ ഹൈ റിസ്ക് പട്ടികയിൽ 1ാം സ്ഥാനത്താണ് മുല്ലപ്പെരിയാർ ഡാം. അപ്രതീക്ഷിത മേഘ വിസ്ഫോടനമോ അനിയന്ത്രിതമായ പേമാരിയോ ഭൂമി കുലുക്കമോ തുടർ ചലനങ്ങളോ ഡാമിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. അതിശക്തമായ മഴക്കാലത്ത് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചാൽ കേരളത്തിലെ 3 ജില്ലകൾ പൂർണ്ണമായും 3 ജില്ലകൾ ഭാഗികമായും വെള്ളത്തിനും ചെളിക്കും അടിയിലാകും. 50 ലക്ഷത്തിലധികം ജനങ്ങളും ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളും കോടിക്കണക്കിന് സ്വത്തുക്കളും പക്ഷിമൃഗാദികളും പ്രകൃതിയും അപ്രത്യക്ഷമാകും. തമിഴ്നാടിന്റെ വസ്തുവകകളും പണവും പറ്റി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ചില രാഷ്ട്രീയക്കാർ കേരളത്തിലെ 6 ജില്ലകളിലെ 1.25 കോടി ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് 62 വർഷമായി. മുല്ലപ്പെരിയാറിനും 130 വർഷത്തെ പഴക്കമുണ്ടായിട്ടും 1970, 1980 വർഷങ്ങളിൽ കേരളം ഭരിച്ച സർക്കാർ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ 999 എന്ന് പറയപ്പെടുന്ന കരാർ അവരുടെ പിന്മുറ തമ്പ്രാക്കന്മാർ അതേപടി യാതൊരു ഉളുപ്പുമില്ലാതെ തുടരാൻ മൗന അനുവാദം നൽകി. മലയാളിയെ ഡെമോക്ലീമിസ് വാളിന്റെ കീഴിൽ നിർത്തി. തമിഴ്നാടിന് വെള്ളം നൽകേണ്ടതുണ്ട്, അത് ശരി തന്നെ. കേരളത്തിലെ 6 ജില്ലകളിലെ ജനങ്ങളോടൊപ്പം തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെയും സർവനാശവും ഇരു സംസ്ഥാനങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല. സർക്കാരുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി കോടതിയുടെ ഇടപെടൽ കാത്തിരുന്ന് ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ ഡാം എന്ന ആശയം ജനങ്ങളെ പറ്റിക്കാൻ മാത്രമാണ്. ഡാം ഡീകമ്മീഷൻ എന്നാൽ വാക്കിന് ഉടനെ പൊളിച്ചുമാറ്റൽ എന്ന ചിലരുടെ ധാരണ തെറ്റ് തന്നെയാണ്. 136 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് എത്തിച്ചവർ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ കൊച്ചുമക്കളെയും കൊണ്ട് പറക്കാൻ പറ്റിയ ദൂരെ ഇടങ്ങൾ കണ്ടെത്തി കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ തേനി, ഡിണ്ടിഗൽ, മധുര, ശിവഗംഗ, രാമനാഥപുരം ജില്ലകളിൽ 2.5 കോടി ജനങ്ങൾ ഈ ഡാമിനെ ആശ്രയിച്ച് കഴിയുന്നുവെങ്കിൽ 15 ലക്ഷം കർഷക തൊഴിലാളികൾ പണിയെടുത്ത് നമുക്ക് അരി മുതൽ കപ്പലണ്ടി വരെ തരുന്നുവെങ്കിൽ അവരും ജീവിക്കേണ്ടതുണ്ട്, രക്ഷപ്പെടേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ സുന്ദര മലകളിൽ നിന്ന് ഉത്ഭവിച്ച് 49 കിലോമീറ്റർ താണ്ടി ശിവഗിരി കുന്നുകളിലെത്തി കുമളിക്ക് വടക്ക് കിഴക്ക് മുല്ലയാറിലെത്തുമ്പോൾ 69 കിലോമീറ്ററിൽ വെച്ച് കിഴക്കോട്ട് പോകുന്ന മുല്ലയാർ അണകെട്ടി വെള്ളം ശേഖരിച്ച് വൈഗ വഴി ഉപയോഗിക്കുന്ന വെള്ളത്തിന് കാവേരി നദീജല തർക്കത്തിലെ ഫോർമുല പോലെ ഒരു നിശ്ചിത തുക നിശ്ചയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മീൻപിടുത്തത്തോടൊപ്പം വൈദ്യുതിയുടെ ഉൽപാദനത്തിന്റെ ഓഹരി ചോദിക്കാനുള്ള അവകാശം കേരളത്തിനുമുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എംപവർ കമ്മിറ്റി നൽകിയ നിർദ്ദേശത്തിലെ പാരഗ്രാഫ് 214/4 ABCDയും ജലനിരപ്പ് കുറച്ചുകൊണ്ടുള്ള 50 അടിയിലെ ടണൽ നിർദ്ദേശം പരിഗണിച്ച് പരിഹാരം ഉണ്ടാക്കുവാൻ കേരള ജനത ഒന്നായി ശബ്ദമുയർത്തേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഒരു ദുരന്ത ഭൂമികയായി ലോക ചരിത്രത്തിൽ ഇടം പിടിക്കാതിരിക്കുവാൻ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളപ്പൊക്ക തരംഗ പ്രചരണം, ജലനിരപ്പും വേഗതയും, വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ആഴവും, ഇൻഫ്രാസ്ട്രക്ചറിനും സ്വത്തുക്കൾക്കും സാധ്യമായ നാശനഷ്ടങ്ങൾ, മനുഷ്യന്റെ ജീവനും പരിസ്ഥിതിക്കുമുള്ള അപകടം, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വാരങ്ങളിൽ ഒരു ഡാം ബ്രേക്ക് വിശകലനം ഉൾപ്പെടെയുള്ള ഉത്തരവും നൽകേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തിൽ നിന്ന് മനുഷ്യജീവനെ രക്ഷിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റാനും സുരക്ഷാ മുൻകരുതലുകൾ നടപ്പാക്കാനുള്ള ഉത്തരവും മുൻകൂട്ടി കണ്ടേ മതിയാകൂ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുരന്തത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ
രക്ഷപ്പെടുത്താനുള്ള മുൻകൂർ രക്ഷാമാർഗങ്ങൾ കേരള സർക്കാരും കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും തയ്യാറാക്കി നടപ്പാക്കുക എന്ന ഉത്തരവും നടപ്പാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു പൊതു താൽപര്യ ഹർജി WPC 260/16/2024 സേവ് കേരള ടീം ഫയൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു ഭീകര ദുരന്തമുഖത്തായിട്ടും നിർവികാരതയോടെ കഴിയുന്ന കേരള ഭരണകർത്താക്കൾ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാ മലയാളികളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പോരാടേണ്ട സമയമായിരിക്കുകയാണ്. വയനാട് നടന്ന ഉരുൾപൊട്ടലും ജീവഹാനിയും നാശനഷ്ടങ്ങളും ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ പ്രേരകമാകണം. ഒരു ദുരന്തമുണ്ടായതിനു ശേഷം മാത്രം ഉണരുന്ന കണ്ണുള്ള മലയാളിക്ക് മുല്ലപ്പെരിയാറിൽ ദുരന്തമുണ്ടായാൽ ഞെട്ടി ഉണരാൻ പോലും സാവകാശം ലഭിക്കില്ല എന്ന ദുഃഖസത്യം അറിഞ്ഞിരിക്കുക. സേവ് കേരള ടീം മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ പോരാട്ടത്തിന് എല്ലാവരുടെയും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകേണ്ടതല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.